എല്ലാവർക്കും ഒരു സുപ്രഭാതം നേരുന്നു. ഒരു 2 മിനിറ്റ് നമ്മൾ വൈകി, ചെറിയൊരു തിരക്കിലുണ്ടായിരുന്നു. എൻ്റെ പേര് കരുണൻ എന്നാണ്, കുറ്റിപ്പുറത്താണ് വീട്. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഈ ഒരു വെൽനസ് കൺസെപ്റ്റുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോ ഒരു സോണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു റാങ്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് ടൈം ആണ്, എംപ്ലോയി ആണ്. എന്തിന് എന്നെ പോലുള്ള ഒരു വ്യക്തി ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. കാരണം ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് മൊത്തത്തിൽ മലിനീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ കഴിക്കുന്ന പഴങ്ങളായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, അല്ലെങ്കിൽ വെള്ളമായിക്കോട്ടെ, ശ്വാസവായു പോലും ഇന്ന് വിഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ന് ലോകത്തിൽ എവിടെയില്ലാത്ത തരത്തിലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട്, ഇപ്പൊ നമുക്കറിയാം ലോകത്തില് പ്രമേഹ രോഗത്തിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം അല്ലെ. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു സമസ്യയാണ് അതിന് ഉത്തരം കിട്ടാൻ. കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിലൂടെ മറ്റും വരുന്ന വിഷാംശങ്ങളാണ് പ്രധാനമായിട്ട് നമ്മളെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാവുന്നത്. അതേപോലെ തന്നെ ക്യാൻസർ രോഗികൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. കിഡ്നി പേഷ്യന്റ് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. അതേപോലെ തന്നെ ഹൃദ്രോഗികൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. ഏതൊരു രോഗം എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. അതിൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം വളരെ മുന്നിലാണ്. 1-ാം സ്ഥാനമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇനി നമ്മൾ പഴമയിലേക്ക് ഒരു തിരിച്ചുപോക്ക് വളരെ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ വെൽനസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അസുഖങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റിയാവും, ഒരു വെൽബീയിങ് സൊസൈറ്റിയെ നമ്മൾ വാർത്തെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അത് ഒരു ദിവസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ, 2, 3, 5 വർഷം കൊണ്ട് സാധിക്കില്ല. ക്രമേണ ഒരു റവല്യൂഷൻ വരണമെങ്കിൽ തന്നെ ഏറ്റവും മിനിമം ഒരു 10 വർഷത്തെ കാലാവധിയെങ്കിലും ഏറ്റവും മിനിമം എടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലെ എല്ലാ രാജ്യങ്ങളിലും വളരെ അതിശക്തമായിട്ട് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് വെൽനസ് അല്ലെ. അസുഖങ്ങൾ വരാതിരിക്കാനുള്ള കാരണങ്ങളെ കുറിച്ച് പഠിക്കുക, അതിന് മനുഷ്യനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വലിയ ഒരു ഭീഷണിയായിട്ട് നമുക്ക് വരുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ 3 നേരം എന്താ പറയാ മുട്ടയോ ആഹാരം കഴിക്കുന്ന ആളുകളാണ്. രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും മുട്ട തിന്നുന്ന ഒരു ആളുകളാണ് നമ്മളെ കേരളീയര് പ്രത്യേകിച്ച്. അതേസമയത്ത് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു സ്ഥിതിവിശേഷം കാണുന്നില്ല. അപ്പോ ഇതിന് ഭക്ഷണത്തിന്റെ കൂടെ തന്നെ ഫുഡ് സപ്ലിമെന്റുകളുടെ പ്രാധാന്യം വളരെയേറെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു ഡയറക്ട് സെല്ലിംഗ് ആണ്. അപ്പൊ ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം 160 രാജ്യങ്ങളിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മേഖലയാണ്, ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, മറ്റു പല രാജ്യങ്ങളിലും ഇത് വന്നപ്പോ, ഇന്ത്യയിലേക്ക് ഇത് കടന്നു വന്നപ്പോ നമുക്കറിയാം ഇന്ത്യയില് 200 വർഷത്തോളം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന വെള്ളക്കാരായിട്ട് ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇന്ത്യയിലേക്ക് ഡയറക്ട് സെല്ലിംഗ് കൊണ്ടുവന്നപ്പോ ഇത് കുറെ കൊള്ളക്കാരുടെ കയ്യിലാണ് ആദ്യം കിട്ടിയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചാല്, ഇതില് ക്വിക്ക് റിച്ച് സ്കീമായിട്ടുള്ള ഒരുപാട് എന്താ പറയാ ഒരു സ്കീമായിട്ട് ഇതിനെ കാണുകയും അതേപോലെ തന്നെ പെട്ടെന്ന് പണമുണ്ടാക്കുന്ന മേഖലയായിട്ട് ഇത് ഒരു ആളുകൾ പരിഗണിച്ചതുകൊണ്ട് ധാരാളം തട്ടിപ്പുകൾ ഈ മേഖലയിൽ വന്നു. എന്നാൽ ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് നമ്മൾക്ക് കിട്ടിയോ എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് ആശാവഹമാണ് 2018 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ അന്തിമമായിട്ട് ഇപ്പൊ 2022 കേന്ദ്ര ഗവൺമെന്റിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു സർക്കുലർ അടക്കം ഇതിൽ വന്ന് നിയമപരമായിട്ട് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇന്ന് ഏതൊരു ബിസിനസിനേക്കാളും മികച്ചു നിൽക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിലുള്ള അറിവ് സമ്പാദിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇത് ആളുകളോട് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ആ അറിവ് കിട്ടുക എന്ന് പറയുന്ന ഏതെല്ലാം മേഖലയിൽ കിട്ടുമോ അതെല്ലാം നമ്മൾ സ്വായത്തമാക്കണം, അല്ലെങ്കിൽ നമ്മൾ അത് പഠിച്ചെടുക്കണം. എന്നതിന് ഭാഗ്യവശാൽ ഇന്ന് നമുക്ക് അതിന് പറ്റിയ ഒരാളെ തന്നെയാണ് നമുക്കിന്ന് അതിന് ക്ലാസ് എടുക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ ടീമിന്റെ മെന്ററും ഞങ്ങളുടെ ലീഡറുമായിട്ടുള്ള ഷുഹൈബ് സാർ ഗോയിങ് NTC, അദ്ദേഹമാണ് ഇന്ന് നമുക്ക് രാവിലത്തെ മോട്ടിവേഷണൽ മോട്ടിവേഷണൽ ക്ലാസ് എടുക്കുന്നത്. അപ്പോ
അദ്ദേഹത്തിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രമാത്രം ഒരുപക്ഷെ ആഴത്തിൽ അറിവ് നേടിയിട്ടുള്ള ആള് ഡയറക്ട് സെല്ലിങ്ങിൽ അല്ലെങ്കിൽ അതോടനുബന്ധിച്ചിട്ടുള്ള മറ്റു സയൻസുകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ് എന്ന് തന്നെ പറയാം. അപ്പൊ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഇന്നത്തെ ഈ ഒരു അറിവ് പകർന്നു തരാൻ അദ്ദേഹത്തെ ഹാർദവമായി ക്ഷണിക്കാൻ എനിക്ക് അവസരം കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോടും അതേപോലെ തന്നെ നമ്മൾ സക്സസ്ബറി ഗ്ലോബൽ എന്ന് പറയുന്ന നമ്മൾ ഈ ഓർഗനൈസേഷനോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഞാൻ സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയാണ്. സർ പ്ലീസ് കം. താങ്ക് യു കരൺ സാർ. വളരെ നല്ല രീതിയിൽ നമ്മുടെ പാശ്ചാത്തലം വിവരിക്കുന്നതിൽ കരുണൻ സാർ വിജയിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം കരുണൻ സാറിന്റെ ടീമിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള ധാരാളം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ എക്സ്പീരിയൻസും സ്കില്ലുമുള്ള ഒരാൾ ഈ ഇൻഡസ്ട്രിയിൽ വന്നു എന്നുള്ളതും അദ്ദേഹം ഇത് വലിയ രീതിയിൽ വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുകയും ഇന്ന് ZTC റാങ്ക് ആണെങ്കിൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്നുള്ള റാങ്കിൽ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ അണിയറ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും സമയം വളരെ കുറവാണ്. നമുക്കെല്ലാവർക്കും വിജയിക്കാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങളും അതിനു വേണ്ട വഴികളും കാട്ടിത്തരട്ടെ. സക്സസ്ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ ആണ് യഥാർത്ഥത്തിൽ നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ലീഡേഴ്സ്, അതിന്റെ ഫൗണ്ടേഴ്സ് തീർച്ചയായിട്ടും അവരുടെ ഗൈഡ്, അവരുടെ ബ്ലെസ്സിങ്സ് ഒന്നുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ എന്നെ പോലെയുള്ള ഒരാൾക്ക് ഇന്നിവിടെ നിങ്ങളോട് സംസാരിക്കുവാനും ഈ ഇൻഡസ്ട്രിയിൽ വിജയിച്ചു കൊണ്ടിരിക്കുവാനും സാധിക്കുന്നത്. ഞാൻ എന്നെ പുതിയ ആളുകൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷുഹൈബ്. ഞാനൊരു കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട അൽതാഫ് സാറുമായിട്ട് ഞാൻ കണക്ട് ആകുന്നത്. അദ്ദേഹവുമായി കണക്ട് ആയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ എന്താണ് ജീവിതമെന്നും ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാമെന്നും ജീവിതം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി എങ്ങനെ നമുക്ക് സമർപ്പിക്കാമെന്നുമെല്ലാം മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയാം, അതെല്ലാം സക്സസ്ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ പവറാണ്. ആ ഓർഗനൈസേഷനുമായി നമ്മൾ എത്രത്തോളം കണക്റ്റായി നിൽക്കുന്നു അത്രത്തോളം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നേരത്തെ കർണൻ സാർ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ കൈവശമുള്ളത്. നാം അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലും നിർബന്ധപൂർവമോ ആയിട്ടായിരിക്കും ഒരുപക്ഷെ ഈ ഇൻഡസ്ട്രിയുമായി കണക്ട് ആകുന്നത്. യഥാർത്ഥത്തിൽ രണ്ട് കൺസെപ്റ്റുകളാണ് ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഒന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, ദെൻ വെൽനസ് ഇൻഡസ്ട്രി. രണ്ടിന്റെയും ആവശ്യകതകളെ കുറിച്ച് ഇനി നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടായിരിക്കും ചില ആളുകള് അവര് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബോധപൂർവമായ ചില പ്രവർത്തനങ്ങളെ കൊണ്ട് അവർക്ക് വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരേ ഇൻഡസ്ട്രിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലകളിലാണെങ്കിലും അവര് ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചങ്ങ് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അവർ വിജയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ചില ആളുകള് അതേ ഇൻഡസ്ട്രിയിൽ തന്നെ അതേ പ്രവർത്തന മേഖലകളിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് വിജയം അകലെയാകുന്നു, അല്ലെങ്കിൽ വിജയിക്കുന്ന കാലയളവിൽ മാറ്റങ്ങൾ വരുന്നു. വിജയിക്കുന്നതിന് അതിതീവ്രമായിട്ട് പരിശ്രമിക്കേണ്ടി വരുന്നു. എന്നാൽ ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടരെന്ന് പറയുന്നത്, അവര് പരിശ്രമിക്കുന്നു, അവര് വിജയിച്ചു കൊണ്ടിരിക്കുന്നു, അതിൻ്റെതായിട്ടുള്ളൊരു പാറ്റേണിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നു. ചില ആളുകൾക്ക് ആ പാറ്റേൺ പിന്തുടരാൻ പ്രയാസം അനുഭവപ്പെടുന്നു. അവർ വിജയിക്കുന്നതിന് നേരിടേണ്ടി വരുന്നു.
പലപ്പോഴും ക്വിറ്റ് ചെയ്യേണ്ടതായിട്ട് പോലും വരാറുണ്ട്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വിജയത്തിന്റെ 4 അയലത്ത് പോലും എത്താതെ എത്ര വർഷം പണിയെടുത്താലും യഥാർത്ഥത്തിൽ അവർക്ക് വിജയം വളരെ ദൂരെയായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള ഈ 3 വിഭാഗങ്ങളായിട്ട് നമ്മൾ ആളുകളെ ഒന്ന് മാറ്റുകയാണെങ്കിൽ, ഒന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ, എന്തായിരിക്കും വിജയികളുടെ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിജയിക്കുന്ന ആളുകളുടെ ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഒരിക്കലും നമുക്കറിയാൻ വേണ്ടി പറ്റും അത് ശാരീരികമായിരിക്കണമെന്നില്ല. കാരണം ശാരീരികമായിട്ടുള്ള ഏകദേശം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒരുപക്ഷെ എല്ലാവർക്കും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. നടക്കാനും ഇരിക്കാനും ചിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരേ രീതിയിലുള്ള ആളുകളാണ്. അപ്പൊ ശാരീരികമായിട്ടുള്ള വലിയൊരു പ്രാധാന്യം ആയിരിക്കില്ല യഥാർത്ഥത്തിൽ ഈ വിജയത്തെ നിർണയിക്കുന്നത്. പിന്നെന്തായിരിക്കും? നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, അത് മാനസികം തന്നെയാണ്. മാനസികമായിട്ടുള്ള അവരുടെ ചിന്തകളിൽ വരുന്ന മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു കൂട്ടരെ വലിയ രീതിയിൽ വിജയിപ്പിക്കുന്നതും മറ്റൊരു കൂട്ടരെ വിജയിക്കുന്നതിന് വലിയ പ്രയാസം അനുഭവപ്പെടുത്തുന്നതും മറ്റൊരു കൂട്ടർ ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാതെ അവർ പരാജിതരായിട്ട് മാറുന്നതും. അപ്പോ യഥാർത്ഥത്തിൽ ശാരീരികമായിട്ടുള്ള വേർതിരിവല്ല ഒരാളെ വിജയിപ്പിക്കുന്നത്, മാനസികമായിട്ടുള്ള അവരുടെ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ വിജയികളെ നിർണയിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കാര്യത്തെ, ഈ വിജയത്തിന്റെ ഈ ഒരു കാര്യത്തെ നമുക്കൊരു ട്രയാങ്കിൾ രൂപത്തിൽ വേണമെങ്കിൽ വരക്കാൻ വേണ്ടി സാധിക്കും. 3 കോണുകളായിട്ട് നമുക്ക് വരക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന്, വിജയത്തെ നിർണയിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആറ്റിറ്റ്യൂഡാണ്. രണ്ടാമത് വരുന്നത് നോളജ് ആണ്. മൂന്നാമത് വരുന്നത് സ്കില്ലാണ്. ഈ 3 കാര്യങ്ങളും ഒരുമിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ വലിയ വിജയിയായിട്ട് മാറുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് വിന്നിങ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ ശാരീരികമായി ഒരാളെ വിജയിയാക്കി മാറ്റുന്നതില് പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. സമയക്കുറവുണ്ട്. ഈ പുതിയ ആളുകളോടായിട്ട് എനിക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ബുക്കുണ്ട്. നിങ്ങൾക്കും വിജയിക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബുക്ക്. മിസ്റ്റർ ശിവഖേര എഴുതിയിട്ടുള്ള ഈ ബുക്ക്, നിങ്ങൾക്ക് വിജയിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ 5 ഫിംഗർ മെത്തേഡിൽ പറയുന്ന ആദ്യത്തെ പോയിന്റ് ആയിട്ടുള്ള ബുക്ക് റീഡിങ്ങിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒരു ബുക്കാണ് നിങ്ങൾക്കും വിജയിക്കാം എന്നുള്ള ഈ ബുക്ക്. ഞാനിത് എടുത്തു പറയാനുള്ള റീസൺ, കാരണം നമ്മള് ചില നോളജുകൾ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആധികാരികമായിട്ട് നിങ്ങൾക്കത് പഠിക്കാനുള്ള ഒരു അവസരം കൂടി തരിക എന്നുള്ളത് സക്സസ് ഫ്രീ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ പ്രത്യേകതയാണ്. കാരണം നമ്മുടെ ഈ അരമണിക്കൂർ സെഷൻ കൊണ്ടൊന്നും 100% എല്ലാവർക്കും വിജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാകണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ, എന്താണ് ആറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത, വിജയിയായിട്ടുള്ള ഒരാളുടെ ആറ്റിറ്റ്യൂഡും പരാജിതനായിട്ടുള്ള ഒരാളുടെ ആറ്റിറ്റ്യൂഡും തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട് എന്ന് ചെറിയ രീതിയിൽ ഞാനൊന്ന് വായിക്കാം. ജേതാക്കളും പരാജിതരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓൾറെഡി വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നോട് ക്ഷമിക്കണം, പുതുതായിട്ട് ആരെങ്കിലും ഈ ബുക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ജേതാവിന്റെയും പരാജിതന്റെയും ആറ്റിറ്റ്യൂഡുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചെറുതായിട്ടൊന്ന് ഞാൻ പറയാം. ഒന്നാമതായിട്ട് പറയുന്നത്, ജേതാവ് എപ്പോഴും പരിഹാരത്തിന്റെ ഭാഗമായിരിക്കും. അവർ പ്രശ്നങ്ങളുടെ ഭാഗമല്ല. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം,
അതിനെങ്ങനെ പരിഹരിക്കാം എന്നുള്ള പാർട്ടിലായിരിക്കും യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ വിജയികൾ നിൽക്കുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജേതാവ് എപ്പോഴും പരിഹാരത്തിന്റെ ഭാഗമാണ്, എന്നാൽ പരാജിതൻ എപ്പോഴും പ്രശ്നത്തിന്റെ ഭാഗമാണ്. ഈ രണ്ട് ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കണം. പരാജിതരായിട്ടുള്ള ആളുകൾ എപ്പോഴും പ്രശ്നങ്ങളും പരിഭവങ്ങളും അതേപോലെ പരാതികളും അത് എത്രത്തോളം പ്രശ്നമാക്കാൻ പറ്റുമോ അതിന്റെ ആ രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും ആരുടെ പാർട്ടായിട്ട് മാറണം? സൊല്യൂഷന്റെ പാർട്ടായിട്ട് മാറണം, വിജയികളുടെ പാർട്ടായിട്ട് മാറണം. ഓക്കെ. രണ്ടാമതായിട്ട് പറയുന്നത്, ജേതാവിന് എപ്പോഴും കർമ്മ പദ്ധതി ഉണ്ടാകും, പ്രവർത്തന പദ്ധതി ഉണ്ടാകും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് 3 ഇയർ പ്ലാൻ ഉണ്ടോ, 1 ഇയർ പ്ലാൻ ഉണ്ടോ, 5 ഇയർ പ്ലാൻ ഉണ്ടോ, ലോങ് ടേം പ്ലാനുകൾ ഉണ്ടോ? ഇതെല്ലാം സക്സസ്ഫുറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ ഡ്രീം സെഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം NDO-കളിൽ, നമ്മെ സംബന്ധിച്ചുള്ള ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകളിൽ എല്ലാം പ്രവർത്തന പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്കറിയാം. 1,00,000-ഉം 50,000-ഉം വരുമാനം വാങ്ങുന്ന 100 കുടുംബങ്ങളെ സൃഷ്ടിക്കുന്ന ടീമിന്റെ പാർട്ടാണ് ഞാനും നിങ്ങളും. പ്രവർത്തന പദ്ധതിയുണ്ട്. അതേപോലെ സക്സസ് ബെറിക്ക് ഏറ്റവും വലിയ സക്സസ് ബെറിയുടെ മിഷനായിട്ടുള്ള അല്ലെങ്കിൽ വിഷനായിട്ടുള്ള ഓരോ വർഷവും നടക്കുന്ന ബെറി ഡേ, സക്സസ് ബെറിയുടെ പ്രവർത്തന പദ്ധതിയുടെ അല്ലെങ്കിൽ വിജയികളുടെ വലിയൊരു സെലിബ്രേഷൻ പ്രോഗ്രാമാണ്. അപ്പോ വിജയികളായ ആളുകൾക്ക് എപ്പോഴും പ്രവർത്തന പദ്ധതികളുണ്ട്. എന്നാൽ പരാജിതരായ ആളുകളുടെ പ്രശ്നം എന്താണ്? പരാജിതൻ എപ്പോഴും ഒഴിവ് കഴിവുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഒഴിവ് കഴിവുകൾ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് അതിന് നേരമില്ല, ഇതിന് നേരമില്ല, അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്. ഇങ്ങനെ ഒഴിവ് കഴിവുകളുടെ ജേതാവായിട്ട് പരാജിതൻ മാറുന്നതും, എന്നാൽ പ്രവർത്തന പദ്ധതികളുടെ വലിയ ലീഡറായിട്ട് വിജയി മാറുന്നതും ഞാനും നിങ്ങളും ഏത് പാർട്ടിലാണ് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് മിനിമം 3 മാസത്തെ അല്ലെങ്കിൽ 1 മാസത്തെ, 1 ആഴ്ചയിലെ പ്രവർത്തന പദ്ധതിയെങ്കിലും ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ ലീഡറുമായിട്ടിരുന്ന്, നിങ്ങളുടെ അപ്ലൈനുമായിട്ടിരുന്ന് നിങ്ങൾ എഴുതി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. നാളെ നിങ്ങൾ എവിടെയാണ്, മറ്റന്നാൾ നിങ്ങൾ എവിടെയാണ്, ഒരാഴ്ച കഴിയുമ്പോൾ ബിസിനസ് വോള്യം എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാഷ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സെയിൽസ് ടേൺ ഓവർ ബോണസ് എത്രയാണ് എന്ന് നിങ്ങൾ നിശ്ചയിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കണം. അപ്പോഴാണ് ഞാനും നിങ്ങളും വിജയികളായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നു, ജേതാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന്. അഥവാ ടീമിനോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ പ്രവർത്തിക്കാനും തയ്യാറാണ്. അൽത്താഫ് സാർക്ക് എപ്പോഴും പറയുന്നതാണ്, ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്റെ സഹായം തേടാം, ഏത് അറ്റം വരെ വേണമെങ്കിലും നിങ്ങളെ വിജയിപ്പിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങളുടെ ലീഡേഴ്സ് എല്ലാവരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അത് ഒരു വിജയിയുടെ ലക്ഷണമാണ്. എന്നാൽ പരാജിതൻ എന്താണ് പറയുന്നത്? പരാജിതൻ പറയുന്നു, അത് എന്റെ ജോലിയല്ല, നിങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ളത് എന്റെ ജോലിയല്ല, നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, എനിക്കതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് വേണ്ടത്? നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ഓരോരുത്തരുടെയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കേണ്ടതും അവർക്ക് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതും വിജയികളുടെ ലക്ഷണമാണ്. സക്സസ് ബെറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ ഏത് സമയത്തും നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ തരാനും നോളജ് തരാനും തയ്യാറാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ അതേപോലെ ജേതാവ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നു, പരാജിതൻ എല്ലാ പരിഹാരങ്ങളിലും പ്രശ്നങ്ങൾ കാണുന്നു. ഇത് മറ്റൊരു ആറ്റിറ്റ്യൂഡാണ്. ജേതാക്കൾ എന്ത് ചെയ്യുന്നു? എല്ലാ പ്രശ്നങ്ങളും കാണുന്നു, എന്നാൽ പരാജിതരോ എല്ലാ പരിഹാരങ്ങളിലും പ്രശ്നങ്ങൾ കാണുന്നു. അപ്പൊ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ജേതാവ് പറയുന്നു ബുദ്ധിമുട്ടാണെങ്കിലും അത് സാധ്യമാണ്, എന്നാൽ പരാജിതൻ പറയുന്നു സാധിക്കുമായിരിക്കും പക്ഷേ ബുദ്ധിമുട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ രീതിയിൽ ഞാൻ ഈ ബുക്ക് കംപ്ലീറ്റ് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും ഈ ബുക്ക് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ
ഇത് വലിയൊരു റെഫറൻസ് ഗ്രന്ഥമാണ്. ലോകത്ത് ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലറായിട്ട് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് നിങ്ങളിത് വായിക്കേണ്ടത് വളരെ വലിയ അത്യാവശ്യമാണ്. ജേതാവിന് തെറ്റുപറ്റുമ്പോൾ എനിക്ക് തെറ്റുപറ്റി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. എന്നാൽ പരാജിതന് തെറ്റുപറ്റുമ്പോൾ എന്റെ തെറ്റല്ല എന്ന് പറയുന്നു. തെറ്റ് വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ എപ്പോഴും പരാജിതർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ സ്വയം തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താൻ വിജയി എപ്പോഴും തയ്യാറാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഞാനും നിങ്ങളും ഏത് പാർട്ടിലാണ്? വിജയമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, വലിയ രീതിയിലുള്ള വിജയമാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ സ്വഭാവ ഗുണങ്ങൾ ഞാനും നിങ്ങളും മെല്ലെ മെല്ലെ പകർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത രീതികളിൽ, വ്യത്യസ്ത കുടുംബങ്ങളിൽ, വ്യത്യസ്തരായിട്ടുള്ള സൊസൈറ്റികളിൽ ഒക്കെ ജീവിച്ചു വരുന്ന ഏകദേശം ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഒരു 7 വയസ്സാകുമ്പോഴേക്കും സെറ്റാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രയാങ്കിൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കൊരു സെറ്റ് പോയിന്റ് ഉണ്ടായിരിക്കണം. കാരണം നമ്മളുടെ മാനസികമായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സെറ്റ് പോയിന്റ് നാം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ഫ്രീക്വൻസിയാണ് യഥാർത്ഥത്തിൽ നമ്മെ വിജയത്തെ നിർണയിക്കുന്നത്. നമ്മുടെ മനോഭാവമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയത്തെ നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുന്ന, സാഹചര്യങ്ങൾക്ക് അടിമപ്പെടുന്ന, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴേക്കും അതിൽ തളർന്നു പോകുന്ന ആളുകളായിട്ട് ഞാനും നിങ്ങളും മാറാൻ പാടില്ല. നമുക്ക് വിജയിക്കുന്നതിന് വേണ്ടി മനസ്സിൽ ഒരു സന്തോഷത്തിന്റെ ഒരു മനോഭാവം സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്റെ ചുറ്റുപാടുകളിൽ എന്ത് നടന്നാൽ പോലും എന്നെ അത് ബാധിക്കില്ല. ഞാൻ വിജയിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റേതായ പ്രവർത്തന പദ്ധതിയുണ്ട്. ആ പ്രവർത്തന പദ്ധതി ആളിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു സ്ഥലത്തല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തിലൂടെ എനിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു ടീമിലൂടെ അല്ലെങ്കിൽ മറ്റൊരു ടീമിലൂടെ ഞാൻ വളർത്തിയെടുക്കുന്ന ഒരു ലീഡറുടെ കീഴിലെങ്കിലും എനിക്ക് എന്റെ പ്രവർത്തന പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള ഉത്തമമായിട്ടുള്ള വിശ്വാസമാണ്, അഥവാ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ ഓൾട്ടിറ്റ്യൂഡ് ഉണ്ടാകുന്നത്. നമ്മളുടെ മാനസികമായിട്ടുള്ള, അഥവാ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണോ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, എന്താണോ നിങ്ങളുടെ വിജയത്തെ നിങ്ങൾ കൊടുത്തിട്ടുള്ള മാനദണ്ഡം എന്താണ്, ആ മാനദണ്ഡങ്ങളും ആ പരിഹാര മാർഗങ്ങളുമായിരിക്കണം നിങ്ങളുടെ പുറമേയുള്ള ലോകം സൃഷ്ടിച്ചെടുക്കേണ്ടത്. അല്ലാതെ പുറമേയുള്ള കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറുകയല്ല വേണ്ടത്. നമ്മളുടെ ആന്തരിക ലോകത്തിനനുസരിച്ച് നമ്മുടെ പുറമേയുള്ള ലോകം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിജയത്തിന്റെ ഒന്നാമത്തെ താക്കോൽ എന്ന് പറയുന്നത് മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡാണ്. ദെൻ രണ്ടാമതായിട്ട് എന്താണ് പറയുന്നത്? ആറ്റിറ്റ്യൂഡ് മാത്രം പോരല്ലോ, നമുക്ക് അതിനു വേണ്ട അറിവ് വേണമല്ലോ. ഇപ്പൊ ഹൈ ഫ്ലയേഴ്സ് മീറ്റിൽ നമ്മൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, റീഗ്നേറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, മറ്റു ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ എന്താണ് സൃഷ്ടിക്കപ്പെടുന്നത്? നമുക്ക് വേണ്ടുന്ന നോളജ് നമുക്ക് ഉണ്ടായിരിക്കുന്നു, നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ വിദ്യയാണ് സമ്പത്ത് എന്ന് എപ്പോഴും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നോളജ് വേണം. നോളജ് ഇല്ലാതെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, ഒരിക്കൽ കൂടി ഞാൻ ഊന്നി പറയുകയാണ്, ഞാനും നിങ്ങളും ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ള ഒരു മേഖലയല്ല ഇത്. നേരത്തെ കർണൻ സാർ പറഞ്ഞ പോലെ ഇതൊരു റവല്യൂഷണറി കൺസെപ്റ്റ് ആണ്. ഈ റവല്യൂഷണറി കൺസെപ്റ്റുകൾക്ക് ഇതിൻ്റെതായിട്ടുള്ള അറിവുകൾ നിർബന്ധമാണ്. ഓൾറെഡി നമ്മൾ ഈ ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരുന്നതിന് ഒരു ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. നമുക്ക് ഈ ക്വാളിഫിക്കേഷൻ പറയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഫോർമൽ എഡ്യൂക്കേഷന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നർത്ഥം. SSLC പാസ്സാകണമെന്ന് പറയുന്നില്ല, +2 പാസ്സാകണമെന്ന് പറയുന്നില്ല, ഒരു ഗ്രാജുവേറ്റ് ആകണമെന്ന് പറയുന്നില്ല, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആകണമെന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാവശ്യമായിട്ട് വരുന്നത് സെൽഫ് നോളജ് ആണ്.
ഈ സെൽഫ് നോളജ് നമുക്ക് 100% ആവശ്യമുണ്ട്. ആ ആവശ്യം നമ്മൾ മനസ്സിലാക്കുകയും ഒരു മീറ്റിംഗ് പോലും ഒഴിവാക്കാതെ 3-4 വർഷം നമ്മൾ നോളജ് അക്വയർ ചെയ്ത് അത് പ്രവർത്തന പദ്ധതികളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഏതൊരു മനുഷ്യനും വിജയിക്കാൻ വേണ്ടി സാധിക്കും. അത് 4ാം ക്ലാസ്സുകാരൻ വിജയിച്ചു കൊണ്ടിരിക്കും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ PG ഹോൾഡേഴ്സ് വിജയിച്ചു കൊണ്ടിരിക്കുന്ന കാണുന്നുണ്ട്. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ജോലി ചെയ്തിരുന്ന ആളുകൾ വിജയിച്ചു ഇരിക്കുന്ന കാണുന്നുണ്ട്. വീട്ടമ്മമാർ വിജയിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാവർക്കും ആവശ്യമുള്ള സെൽഫ് നോളജ് അക്വയർ ചെയ്യേണ്ടത് വളരെ വലിയ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും കാണുന്ന രീതിയിൽ ഒരു നോവേദന ജെല്ല് വിൽക്കുക, നോവേദന ക്യാപ്സൂൾ കൊടുക്കുക, അതിന്റെ റിസൾട്ടിൽ മാത്രം കുടുങ്ങിക്കിടക്കുക, എനിക്കത് ചെയ്യാൻ പറ്റുന്നത് വില കൂടുതലാണ് എന്നും പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്. എന്താണ് വില എന്ന് പഠിക്കണം, എന്താണ് ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കണം. ഒരാൾക്കൊരു മുട്ടുവേദനയുടെ ക്യാപ്സൂൾ കൊടുത്ത് 3 മാസം കൊണ്ടത് മാറി, ഇനി അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരിക്കലും മുട്ടുവേദന വരില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന് മുട്ടുവേദന വരാനുള്ള റീസൺ എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂട്രീഷണൽ അല്ലെങ്കിൽ ന്യൂട്രീഷനായിട്ടുള്ള കാര്യങ്ങളുടെ അഭാവമായിരുന്നു. ഈ അഭാവം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വേദനകളെല്ലാം മാറി. ഇനിയും അദ്ദേഹത്തിന് വേദന വരാനുള്ള സാഹചര്യമുണ്ട്. റീസൺ എന്താ? അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ വേണ്ട അളവിലുള്ള പ്രോട്ടീൻ കിട്ടുന്നില്ല, ന്യൂട്രീഷൻ അല്ലെങ്കിൽ വിറ്റാമിൻസും മിനറൽസും കിട്ടുന്നില്ല. അപ്പൊ അത് വീണ്ടും കിട്ടാതിരുന്നു കഴിഞ്ഞാലോ വീണ്ടും പഴയ രീതിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഡക്റ്റുകൾ 2ആക്കി തന്നെ മനസ്സിലാക്കണം. ഒന്ന്, നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റുന്ന ന്യൂട്രീഷണൽ സപ്ലിമെന്റുകൾ നമുക്കുണ്ട്, അത് ഇടക്കിടക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ സ്പെഷ്യൽ പ്രോഡക്റ്റുകൾ ഉണ്ട്, അത് 2 മാസമോ 3 മാസമോ ഉപയോഗിക്കണം. ഈ പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു സെറ്റ് കൂടി ഉപയോഗിക്കേണ്ടി വരും. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് വിജയം ഉറപ്പാണ്. അല്ലാതെ മുട്ടുവേദനക്കുള്ള മരുന്ന് കൊടുത്ത് മുട്ടുവേദന മാറി എന്നും പറഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ആ വേദന വീണ്ടും വന്നുവല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നോളജ് നമ്മൾ ഇതിൽ അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ നോളജും ആറ്റിറ്റ്യൂഡും എല്ലാം കൂടിക്കലരുമ്പോഴാണ് ഞാൻ 3ാമതായിട്ട് പറഞ്ഞിട്ടുള്ള സ്കില്ല് ഒരാൾക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നത്. സ്കില്ല് അത്ര പെട്ടെന്നൊന്നും ഉണ്ടാകില്ല. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു ആശാരിപ്പണി എടുക്കുന്നത് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ആശാരി പണിയുന്നതൊക്കെ കണ്ടിങ്ങനെ നിന്നിട്ട് നമ്മൾ ഉളിയും ചുറ്റികയും വാങ്ങിയിട്ട് മരം നമുക്ക് ഫർണിച്ചർ ആക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എങ്ങനെ ഉണ്ടാകും? സ്കില്ലില്ലാതെ അല്ലേ? അപ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പ്രവർത്തന പരിചയമുള്ള ഒരു അപ്ലൈൻ ലീഡറുടെ സഹായത്തോടെ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്, അദ്ദേഹം പറയുന്നത് എന്താണ്, ടീം പറയുന്നത് എന്താണ്, സക്സസ്ഫുള്ളി പറയുന്നത് എന്താണ്, നോളജ് അക്വയർ ചെയ്ത് ചെറിയ ചെറിയ ഒരു ഗ്രാജുവൽ പ്രോഗ്രഷൻ ആണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മുടെ ബ്രെയിൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നില്ല. ബ്രെയിന് ഒരു ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിലും അത് സ്കിൽഫുൾ ആകണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഞാൻ വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ, 3 മാസമേ ആയിട്ടുള്ളൂ, എനിക്ക് ഇനിയും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ടീമിൽ മീറ്റിങ്ങുകൾ നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിനോട് ആവശ്യപ്പെടണം. എന്നിട്ട് നോളജ് എല്ലാം അക്വയർ ചെയ്ത് ഇത് പതുക്കെ പതുക്കെ നിങ്ങളുടെ ആദ്യത്തെ വെറി സ്റ്റാർ അല്ലെങ്കിൽ വെറി ഡബിൾ സ്റ്റാർ, ഫാസ്റ്റ് ട്രാക്കർ, TC ഒക്കെ ആകുന്നു. അങ്ങനെ നമ്മൾ അത് ആയി പഠിക്കുന്നു. അതിനുശേഷം ആക്കാൻ നമ്മൾ പഠിക്കണം. അഥവാ മറ്റൊരാളെ ഇതിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്കില്ല് നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ കംഫർട്ട് സോൺ വിടേണ്ടതായിട്ടുണ്ട്. ദെൻ ലേണിംഗ് സോണിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മള് പ്രോഗ്രഷനിലേക്ക് അല്ലെങ്കിൽ ഗ്രോത്ത് സോണിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴൊന്നും വലിയ രീതിയിലുള്ള വരുമാനം നമുക്ക് ലഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്താണ്? നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഗ്രോത്ത് സോണിൽ നിന്ന് സക്സസ് സോണിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോഴാണ്, തന്റെ 2 ഓർഗനൈസേഷനിലും മിനിമം 2 TCമാരൊക്കെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ക്യാഷ് ഫ്ലോ പതുക്കെ സ്റ്റാർട്ട് ആകുന്നത്.
അതുവരെ ക്ഷമയോടുകൂടി ഇതെല്ലാം നമ്മൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടി സിമാരെ താഴെ മറ്റു 2 ടി സിമാർ വരുമ്പോഴേക്കും നമ്മൾ പതുക്കെ പതുക്കെ ഗ്രോത്ത് സോണിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ അവർ എസ് ടി സിമാരും ആർ ടി സിമാരും ഒക്കെ ആകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഫ്ലോ, ക്യാഷ് ഫ്ലോ നമ്മളിലേക്ക് വരും. അതുവരെ ക്ഷമയോടുകൂടി കാത്തിരിക്കാനും ഒരു സ്റ്റുഡന്റിന്റെ മനോഭാവത്തോടു കൂടി ഇതിനെ കാണാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടെങ്കിൽ 100% നമുക്ക് മുബീൻ സാറോ മനോജ് സാറോ ഒക്കെ ആയിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കും. അല്ലാതെ ഞാൻ ഇന്നലെ മൈ ലൈഫിൽ ജോയിൻ ചെയ്തു, ഇന്ന് എവിടെ നിങ്ങൾ 2,10,000 എന്നൊക്കെ ചോദിച്ചാൽ അത് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ഈ കാര്യങ്ങൾ, ഈ ട്രയാങ്കിൾ ഒന്ന് മനസ്സിലാക്കുക. ഒന്ന് ആറ്റിറ്റ്യൂഡാണ്, രണ്ടാമത്തെ നോളജാണ്, മൂന്നാമത്തത് സ്കില്ലാണ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു ലീഡറായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഈ സൊസൈറ്റിക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കുടുംബം, നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമല്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോലും അറിയപ്പെടുന്ന ഒരു കുടുംബമായിട്ട്, ഒരാളായിട്ട് മാറാൻ സാധിക്കും. അത് നമ്മുടെ മുബീൻ സാർ കാണിച്ചു തരുന്നുണ്ട്, മനോജ് സാർ കാണിച്ചു തരുന്നുണ്ട്, ഓരോ ലീഡേഴ്സും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്റെ ലീഡേഴ്സിനെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും വിജയിക്കാനുള്ള എല്ലാവിധ വഴികളും ദൈവം തമ്പുരാൻ തുറന്നു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു. ബാക്ക് ടു MC. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെയേറെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കഥയാണ്. ഞാനത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം നമ്മുടെ ഒരു ചെറിയൊരു തിരിച്ചറിവും അതേപോലെ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും ഇന്ന് ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഇയാൾ ജനിക്കുന്നത്. ഒരു മുടിവെട്ടുകാരന്റെ മകനായിട്ട്, ഒരു ബാർബറുടെ മകനായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ നേരത്തെ തന്നെ ഇയാള് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അയാളുടെ അച്ഛൻ മരിച്ചു പോവുകയാണ്, മരണപ്പെട്ടു. പിന്നീട് ഈ കുട്ടി ചെറിയ ചെറിയ പത്രങ്ങള് കൊണ്ട് കൊടുക്കാനും അതേപോലെ തന്നെ പാല് കൊണ്ട് കൊടുക്കുന്നത്, ഇവര് വീട്ടിൽ പശുക്കളൊന്നുമില്ല, പക്ഷെ വേറെ വീട്ടിലെ ആളുകളുടെ പശുവിനെ പാല് സൊസൈറ്റിയിലൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അമ്മയാണ് ജോലിക്ക് പോയിരുന്നത്. അമ്മ ഒരു മാസം 50 രൂപയാണ് ആകെ കുടുംബത്തിന് കിട്ടിയിരുന്നത്. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു നേരത്തെ ആഹാരം മാത്രമേ ഇവർ കഴിച്ചിരുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ 3 നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളെ തൊട്ടടുത്ത കർണാടക സംസ്ഥാനത്തിലെ ഒരു ബാംഗ്ലൂരിലുള്ള ഒരു ഗ്രാമത്തിന്റെ, ഒരു കുഗ്രാമത്തിലുള്ള കഥയാണ് അത്. ഒരു നേരം മാത്രം ആഹാരം കഴിച്ചു വളർന്നിരുന്ന ഒരു കുട്ടി, നമ്മൾ മനസ്സിലാക്കുക, ആ പയ്യന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. ഞാനിത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, ഈ രീതിയിൽ പോയാൽ എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്ന്. അയാൾ പല പല ജോലികൾ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു, പാല് അതേപോലെ തന്നെ പത്രവിതരണം ഒക്കെ ചെയ്തു നോക്കി. 10ാം ക്ലാസ് വരെ കഷ്ടി അയാള് പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഇവർക്ക് ഒരു ചെറിയൊരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ബാർബർ ഷോപ്പ് മാസം 5 രൂപ വാടകയ്ക്കാണ് പുറമേക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഇയാൾ എന്ത് ചെയ്തു, ഇനിയിപ്പോ വേറെ ജോലിക്കൊന്നും പോയിട്ട് കാര്യമില്ല, കാരണം എനിക്ക് പഠിച്ചു വളരാനൊന്നും കഴിയില്ല. അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള ചില കഴിവുകൾ, പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അറിവുണ്ടല്ലോ, ആ അറിവ് വെച്ചിട്ട് അയാൾ അവരുടെ പഴയ ഹെയർ കട്ടിങ് സലൂൺ ഒന്ന് പിന്നെ നന്നാക്കി എടുക്കുകയാണ്. അയാളുടെ ആ ഷോപ്പിന്റെ പേര് ഇന്നർ സ്പേസ് എന്നാണ്. നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോ അതിൽ നിന്ന് അയാളെ കുറെയൊക്കെ ഒരു വരുമാനം ഉണ്ടാക്കിയപ്പോ അയാളുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു, ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചിരുന്ന പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം അല്ലെങ്കിൽ കഷ്ടപ്പാട്, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവണം. അതില് മാലാഖമാരോ അല്ലെങ്കിൽ ദൈവമോ നമ്മളെ വീടിന്റെ മുന്നിൽ സൂട്ട് കേസിൽ പഴയ സിനിമയിൽ കാണുന്നത് പോലെ ഒരു സൂട്ട് കേസ് നിറച്ചും സ്വർണം അല്ലെങ്കിൽ പെട്ടിയൊക്കെ കൊണ്ടുവച്ച് കിട്ടും എന്നൊന്നും ആരും സ്വപ്നം കണ്ടിരുന്നില്ല. അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്ന കുറെ ആളുകളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരിക്കലും അങ്ങനെ നടക്കില്ല, അത് കഥകളിൽ മാത്രമേ നടക്കുകയുള്ളൂ. ആ തിരിച്ചറിവ് കുട്ടിക്ക് ഉണ്ടായത് കൊണ്ട് ആ കുട്ടി സ്വയം അധ്വാനിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആഗ്രഹം തോന്നി, കൂടുതൽ നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം തോന്നി, ഒരു കാറ് മേടിക്കണം എന്നുള്ള ആഗ്രഹം തോന്നി. അതിനുള്ള പണം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ 1993 ഒരു സെക്കൻഡ് ഹാൻഡ് പഴയ ഓംനി കാറ് വാങ്ങുകയാണ്.
ശ്രദ്ധിക്കുക, അയാൾക്ക് ഒരു വാഹനത്തിൽ സഞ്ചരിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയതുകൊണ്ട് 1993 ഒരു ഓമ്നി കാറ് വാങ്ങിച്ചു. അയാള് തന്റെ ഷോപ്പിലേക്കൊക്കെ പോകാൻ ഉപയോഗിച്ചു. അങ്ങനെയാണ് അയാളുടെ സുഹൃത്തുക്കൾ ചോദിച്ചു, നിന്റെ കാറൊന്നും ഞങ്ങൾക്ക് തരുമോ, നിനക്ക് ഞാൻ വാടകയ്ക്ക് തരാമെന്ന് ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഇയാളുടെ മനസ്സിൽ ഒരു ചെറിയൊരു ഐഡിയ വരികയാണ്, ശരിയാണല്ലോ, ഞാനിതെന്റെ ഷോപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റ് ആണല്ലോ, അത് വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താൽ എനിക്കൊരു വരുമാനം കിട്ടുമല്ലോ, ശരിയെന്ന് പറഞ്ഞിട്ട് അയാൾ ആ കാറ് വാടകയ്ക്ക് കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ ചിന്തിക്കുക, ഒരു അവസരം കിട്ടിയപ്പോ അതിൽ പിടിച്ച് കയറിയവനാണ് അല്ലെങ്കിൽ കയറുന്നവനാണ് ലോകത്തിൽ വിജയിക്കുന്നത് എന്നുള്ളതിന്റെ ഇതിലും വലിയൊരു അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു കഥ നമുക്ക് വേറെ കിട്ടാനില്ല. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ഈ കാറ് വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. നോക്കണം, ശ്രദ്ധിക്കണം, പഴയ ഓമ്നി കാറാണ്, 1993 വാങ്ങിയതാണ്. ആ കാറ് വാങ്ങി പതുക്കെ പതുക്കെ ഇത് പല ആളുകളും, ആ ഗ്രാമത്തിൽ വലിയ വാഹനങ്ങളൊന്നുമില്ല, സ്വന്തമായിട്ട് വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല അധികം. അപ്പോ ഈ വാഹനങ്ങള് പല നമ്മളെ രമേശ് ബാബു, ഈ കുട്ടിയുടെ പേര് രമേശ് ബാബു എന്നാണ്, ബാർബറാണ്. അപ്പൊ അയാള് പറഞ്ഞു, അയാളെ അടുത്ത് കാറുണ്ട്, നമ്മുടെ കല്യാണത്തിനും ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ കാർ ഉപയോഗിക്കാം. ഏത് ഓമ്നിനെയാണ് അവര് പറയുന്നത്, വാന്. അങ്ങനെ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇയാള് പതുക്കെ പതുക്കെ കരകയറുകയാണ്. പിന്നീട് ഇയാൾ ഒരു പുതിയ കാറ് വേറെ മേടിച്ചു. പിന്നീട് കാറുകൾ കൊണ്ടുള്ള ഒരു എന്താ പറയാ ഏറും കളി എന്നൊക്കെ നമ്മളെ നാട്ടിൽ പറഞ്ഞ പോലെയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലക്ഷറി കാറുകളുള്ള ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷാരൂഖ് ഖാനോ അമിതാഭ് ബച്ചനോ അല്ലെങ്കിൽ ലുലുവിന്റെ ആളോ അല്ലെങ്കിൽ 600 കോടിയുടെ ഹെലികോപ്റ്ററുള്ള നമ്മളെ ലുലു മുതലാളിയോ അല്ലെങ്കിൽ റിലയൻസിന്റെയോ ടാറ്റയുടെ ഒക്കെ ഓണറല്ല. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലക്ഷറി കാറുകളുള്ള ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഇന്നും മുടി വെട്ടിയിട്ട് തന്റെ ഷോപ്പിൽ കഴിയുന്ന രമേശ് ബാബു എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള ഇന്നർ സ്പേസ് എന്ന് പറയുന്ന ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ കാറുകളുടെ ശേഖരം എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. റോൾസ് റോയ്സിന്റെ ഗോസ്റ്റ് സീരീസിൽപ്പെട്ട കാറുകൾ, അതേപോലെ തന്നെ മേബാക്ക്, ബെൻസ്, റേഞ്ച് റോവർ, ബെന്റ്ലീസ് തുടങ്ങി 200-ലധികം ലക്ഷറി കാറുകൾ ഇന്ന് ആ വ്യക്തി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്, വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ട്രാവൽസ് ആൻഡ് ടൂറിസം ഇന്ന് നടത്തുന്നുണ്ട്. കോടീശ്വരനാണ്, അതിസമ്പന്നനാണ്. ഈ 2024 മാർച്ച് മാസത്തില് അദ്ദേഹം 3 മെഴ്സിഡസ് ബെൻസ് ആണ് മേടിച്ചത്. എന്തിനാണെന്നറിയോ? സ്വന്തം ഉപയോഗത്തിന് മാത്രമല്ല, വാടകയ്ക്ക് കൊടുക്കാൻ. കാരണം ബാംഗ്ലൂർ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അവിടെ വന്നിറങ്ങുന്ന കോടീശ്വരന്മാര് സാധാരണ കാറുകളിലല്ല, ഇയാളുടെ ട്രാവൽസ് ആൻഡ് ടൂറിസത്തിൽ മുൻകൂർ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് ഇവരെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ലക്ഷറി കാറുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ആലോചിച്ചു. ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജനിച്ചു വീണ സാഹചര്യമോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളോ അല്ല നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ബേണിംഗ് ഡിസയർ ആണ്, നമ്മൾ ഉള്ളിലുള്ള ഒരു ആവേശമാണ്. ആ ആവേശം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ അവസരങ്ങളുണ്ട്. ആ കുട്ടിക്ക് ഒരു ഒരു കാറിലൂടെയാണ് ഒരു അവസരം വന്നതെങ്കിൽ, ഒരു സുഹൃത്തിന്റെ ഒരു ചോദ്യമാണ് അയാൾ ഇതിലേക്ക് ഈ ഒരു മേഖലയിൽ ചിന്തിപ്പിച്ചതെങ്കിൽ, MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരോ നിങ്ങളെ വലിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നു. ഇനി ഈ അവസരത്തെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കുക, ഇത് ഉപയോഗിക്കുക, എന്നിട്ട് റിച്ച് ആവുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ചോദിച്ചു, നിങ്ങൾക്കും വിജയിക്കാം ശിവകര. ഓക്കെ, താങ്ക് യു.